നമ്മുടെ വീട്ടിലുള്ള തേങ്ങ ആട്ടിച്ച് എണ്ണ എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. 4-5 കിലോ തേങ്ങ കൊപ്ര ഉണ്ടെങ്കിലും നമുക്ക് ആട്ടിച്ചെടുക്കാം. എല്ലാത്തിനും മായം ചേർക്കുന്ന ഈ കാലത്ത് നമ്മൾ സ്വന്തമായി തേങ്ങ ആട്ടിച്ച് എണ്ണ എടുക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അല്പമെങ്കിലും സമയമുള്ളവർ ഇങ്ങനെ ചെയ്തു നോക്കുക. നമ്മൾ തേങ്ങയിൽ നിന്ന് എണ്ണ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള പ്രോസസ്സ് കാണിക്കുകയാണ്. ആദ്യം തേങ്ങ അത് വെട്ടി വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് വേണം ഇനിയും കൊപ്ര എടുക്കാൻ. തേങ്ങ വെട്ടി വെയിലത്ത് വെച്ച് 2 ദിവസം കഴിയുമ്പോൾ അത് ഇളക്കിയെടുക്കും. അതിനാണ് കൊപ്ര എന്ന് പറയുന്നത്. ഇനി ഇത് മുറിച്ച് അരിഞ്ഞ് വെയിലത്തിട്ട് 4-5 ദിവസത്തെ ഉണക്ക് കഴിയുമ്പം നമ്മളത് മില്ലിൽ കൊണ്ടുപോയി എണ്ണയാക്കി എടുക്കും. കൊപ്ര അരിയുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. ഇങ്ങനെ ഇതിനും ചെറുതാകണ്ട. ഇത് ചെറുതായി കഴിഞ്ഞാൽ എണ്ണ ഒത്തിരി ബാഷ്പീകരിച്ച് പോകും വെയിലത്തിടുമ്പോഴേ. ഇതുപോലെ അരിഞ്ഞാൽ മതി. എങ്കിലേ അവരുടെ മില്ലിൽ ഇറങ്ങുകയുള്ളൂ. പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ കൊപ്ര ആട്ടുന്നത് ചക്കിലായിരുന്നു. ഇവിടെ വാണിയനെന്നും പറഞ്ഞ ഒരാളുടെ അടുത്താണ് ഇത് കൊണ്ടുപോകുന്നത്. വാണിയനും വാണിയത്തിയൊക്കെയാണ് തേങ്ങ ആട്ടുന്നത്. കാളെ കൊണ്ട് വലിപ്പിക്കും. കാളയില്ലാത്തപ്പോൾ വാണിയത്തി വലിക്കും. വാണിയൻ കൊപ്ര ഇളക്കി ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ കൊപ്ര ഉണങ്ങിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചാക്കിലേക്ക് വാരി വയ്ക്കാം. ആട്ടിക്കാൻ കൊണ്ടുപോകണ്ടേ. നമ്മളിനി ഇത് വാരി ചാക്കിലാക്കാൻ പോവാണ്. എല്ലാം കൂടെ ഒന്ന് അടുപ്പിച്ച് ഇട്ടതാണ്. ഒരു 5 കിലോ തേങ്ങയുണ്ടെങ്കിലും ആട്ടിച്ചൊക്കെ എടുക്കാം. ഇതിപ്പോൾ ധാരാളം ഉള്ളത് ഇവിടെ തേങ്ങ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അങ്ങനെ നമ്മൾ കൊപ്രായുമായിട്ട് മില്ലി വന്നിട്ടുണ്ട്. ആട്ടാൻ കൊടുത്തു. അവരാട്ടിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണ വീഴുന്ന കാണുന്നുണ്ടല്ലോ. ഉണ്ടോ എണ്ണ വീഴുന്നത്? കൊപ്ര മുകളിൽ ചക്ക ഓടിക്കൊണ്ടിരിക്കുന്നു. എണ്ണയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 30 കിലോയിൽ കുറയില്ല. വിസ്താരമുള്ള പാത്രത്തിൽ വെച്ചിരിക്കുന്ന നല്ലപോലെ വെയിൽ കൊണ്ട് വെള്ളം വറ്റാൻ വേണ്ടിയിട്ട്. വെള്ളം വറ്റിക്കഴിഞ്ഞെടുത്ത് വെച്ചില്ലെങ്കിൽ എണ്ണ കനച്ചു പോകും. കനയ്ക്കാതിരിക്കാനോ ഉപ്പോ പച്ചക്കർപ്പൂരം ഇടാൻ പറഞ്ഞ ടിപ്പ് അതൊക്കെ.